ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഓരോ സംസ്ഥാനത്തും ആഗോള നിലവാരത്തിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമെങ്കിലും വികസിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഴക്കെടുതിയിൽ വലഞ്ഞ കേരളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തിങ്കളാഴ്ച വരെ ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. കേരള തീരത്തിന് സമീപം അറബിക്കടലിൽ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടു. തീരത്ത് അപകടകരമായ വസ്തുക്കൾ അടിയാൻ സാധ്യതയുള്ളതിനാൽ കരുതൽ വേണമെന്ന് അധികൃതർ. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. ഇംഗ്ലണ്ട് പര്യടനത്തിൽ മലയാളി താരം കരുൺ നായരും ടീമിൽ. വാർത്തകൾ വിശദമായി. ഓരോ സംസ്ഥാനത്തും ആഗോള നിലവാരത്തിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമെങ്കിലും വികസിപ്പിക്കാനും എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും ലഭ്യമാക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന നീതി ആയോഗിന്റെ 10ാം ഭരണസമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സംസ്ഥാനത്ത് ഒരു ആഗോള ശ്രദ്ധാകേന്ദ്രം എന്നതിന് ഊന്നൽ നൽകി ഭാവിക്ക് അനുയോജ്യമായ നഗരങ്ങൾക്കായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തിയതോടെ വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ഇന്നും നാളെയും മറ്റന്നാളും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 28 വരെ മീൻപിടുത്തം നിരോധിച്ചു. കേരള തീരത്ത് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ജില്ലകളിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു. സഹായങ്ങൾക്കായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കൊച്ചി തീരത്തിന് സമീപം അറബിക്കടലിൽ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടു. വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട MSC എൽസ 3 എന്ന കപ്പലാണ് തീരത്തിന് ഏകദേശം 38 നോട്ടിക്കൽ മൈൽ അകലെ ചരിഞ്ഞത്. കപ്പലിൽ 25 ജീവനക്കാരാണുള്ളത്. ജീവനക്കാരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. തീരസംരക്ഷണ സേനയുടെ കപ്പലുകളും ഡോണിയൽ വിമാനങ്ങളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. കടലിൽ വീണ വസ്തുക്കൾ ആരും തുടരുതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഇവ കണ്ടാൽ 112 എന്ന നമ്പറിൽ അറിയിക്കണം. കപ്പലിൽ നിന്ന് 8ഓളം കാർഗോയാണ് കടലിൽ വീണതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് പറഞ്ഞു. വടക്കൻ കേരള തീരത്ത് അടിയാനാണ് സാധ്യത കൂടുതൽ. കുട്ടികൾ ഇത് കൈകാര്യം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഏത് രീതിയിലാണ് ഇത് മനുഷ്യനെ ബാധിക്കുക എന്നുള്ളത് അറിയേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോസ്റ്റ് ഗാർഡിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നിരുന്നു. കേരളത്തിന്റെ തീരത്ത് നിന്ന് കുറച്ച് ഉൾക്കടലിലേക്ക് ഒരു 6 മുതൽ 8 വരെ കാർഗോ വലിയ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു എന്നും കാർഗോയിൽ അപകടകരമായ ഗുഡ്സ് ഉണ്ട്, സൾഫർ കണ്ടന്റ് ഉള്ള ഗുഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കേരള തീരത്തിന്റെ വടക്കൻ കേരളത്തിന്റെ തീരത്തേക്കാണ് വരാൻ ഏറ്റവും സാധ്യത ഇപ്പോഴുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ ആരും അത് സ്പർശിക്കരുത്, അതിനടുത്തേക്ക് പോകരുത്. ഇത്തരം ഒരു കാർഗോ കണ്ടുകഴിഞ്ഞാൽ, എണ്ണപ്പാട കണ്ടുകഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശത്ത് വിനോദത്തിന് പോകുന്നവരും തീരദേശവാസികളും ദയവായി അതിനടുത്തേക്ക് പോകരുത്, തുടരുത്. 112-ൽ വിളിച്ചറിയിക്കുക. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ജർമ്മനി നൽകിയ പിന്തുണയ്ക്ക് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നന്ദി അറിയിച്ചു. ജർമ്മൻ വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം പരാമർശിച്ചത്. ഭീകരതയോടുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് അറിയിക്കാൻ BJP MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം ഇന്ന് ബഹ്റിനിലെത്തി. സൌദി അറേബ്യ, കുവൈറ്റ്, അൾജീരിയ എന്നിവയും സംഘം സന്ദർശിക്കും. ഗയാന, അമേരിക്ക, പനാമ, ബ്രസീൽ, കൊളംബിയ എന്നിവിടങ്ങളിലേക്ക് ശശി തരൂർ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് പുറപ്പെട്ടു. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഇന്ത്യക്കെതിരെ ആവർത്തിച്ചുള്ള ഭീകരാക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്നും ലോകരാഷ്ട്രങ്ങളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുമെന്നും ശ്രീ തരൂർ പറഞ്ഞു. We, like the people they are thinking about there, were victims of a terrorist attack, and not just this one, but a repeated series of terrorist attacks for the last 4 decades. It's very important that symbolic gesture should mark the start of our trip. We then go on to Georgetown, Guyana, and we will be looking forward to participating in the Independence Day ceremonies in Guyana. JDU MP സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള സംഘം ജപ്പാനിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിച്ചു.
പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഉത്തരവാദിത്തത്തോടെയാണ് പ്രതികരിച്ചതെന്ന് റഷ്യയിലെത്തിയ സർവകക്ഷി പ്രതിനിധി സംഘം അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഭീകര സംഘടനയെ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ പാകിസ്ഥാൻ സംരക്ഷിക്കുന്നതായും DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 122-ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. തുടർന്ന് മലയാള പരിഭാഷയും കേൾക്കാം. ഇന്ത്യയിലുടനീളം ഏകദേശം 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധിയിൽ സൌജന്യ പരിശീലനം നൽകുമെന്ന് കേന്ദ്ര നൈപുണ്യ വികസന സഹമന്ത്രി ജയന്ത് ചൌധരി. ന്യൂഡൽഹിയിൽ റൈസിംഗ് നോർത്ത് ഈസ്റ്റ് നിക്ഷേപക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. और इसलिए अभी हमने स्किलिंग फॉर AI रेडीनेस एक प्रोग्राम तैयार किया है. एक ऑनलाइन असेसमेंट होगा स्कूल्स में के माध्यम से अभी पायलट को हम लॉन्च करेंगे और 1 लाख बच्चों को हम सुविधा देंगे. प्योरली ऑनलाइन कोर्स एंड असेसमेंट रोल्ड इन विद क्रेडिट. ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. വരുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിലാണ് ഗിൽ ടീം ഇന്ത്യയെ നയിക്കുക. വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്താണ് വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം കരുൺ നായരും ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിരമിച്ച ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് പരമ്പരയാണ് ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്നത്. ഇന്ത്യയുടെ കിദംബി ശ്രീകാന്ത് മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ സിംഗിൾസ് ഫൈനലിൽ. സെമി ഫൈനലിൽ ജപ്പാന്റെ യുഷി തനാകയെ 21-18, 24-22-നാണ് ശ്രീകാന്ത് തോൽപ്പിച്ചത്. നാളെ നടക്കുന്ന ഫൈനലിൽ ലോക 4-ാം നമ്പർ താരം ചൈനയുടെ ലീ ഷി ഫെങ്ങിനെ ശ്രീകാന്ത് നേരിടും. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിന് അയച്ചു. ജയ്പൂരിലാണ് മത്സരം. കേരളത്തിൽ മിൽമ സമരം പിൻവലിച്ചു. മന്ത്രി ജെ ചിഞ്ചുറാണിയുമായി തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. സുഗമമായ യാത്ര ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നൽകുന്ന സൌകര്യങ്ങളെ ഹജ്ജ് തീർത്ഥാടനത്തിന് പുറപ്പെട്ട ഇന്ത്യക്കാർ അഭിനന്ദിച്ചു. സുഖകരമായ യാത്ര ഉറപ്പാക്കാൻ മന്ത്രാലയം നിരന്തരം പരിശ്രമിക്കുന്നുവെന്ന് ന്യൂനപക്ഷകാര്യ മന്ത്രാലയം എക്സിൽ കുറിച്ചു. വടക്ക് കിഴക്കൻ മേഖലയിൽ വളർന്നുവരുന്ന കായിക പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭാവിയിൽ ഖേലോ ഇന്ത്യ നോർത്ത് ഈസ്റ്റ് ഗെയിംസ് സംഘടിപ്പിക്കുമെന്ന് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ന്യൂഡൽഹിയിൽ റൈസിംഗ് നോർത്ത് ഈസ്റ്റ് നിക്ഷേപക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2030-ലെ കോമൺവെൽത്ത് ഗെയിംസിനും 2036-ലെ ഒളിമ്പിക്സിനും ആതിഥേയത്വം വഹിക്കാനുള്ള തയ്യാറെടുപ്പ് ഇന്ത്യ ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച പാകിസ്ഥാൻ പൌരനെ ഇന്നലെ രാത്രി BSF വധിച്ചു. ഗുജറാത്തിലെ ബനാസ്കാണ്ട ജില്ലയിലാണ് സംഭവം. സൈനിക മുന്നറിയിപ്പ് അവഗണിച്ച് അന്താരാഷ്ട്ര അതിർത്തി കടന്നയാൾക്കു നേരെ സൈനികർ വെടിയുതിർക്കുകയായിരുന്നു. ഝാർഖണ്ഡിൽ ലാതേഹാർ ജില്ലയിൽ ഇന്നലെ രാത്രി പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് പപ്പു ലൊഹ്ര ഉൾപ്പെടെ 3 നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടു. നക്സലൈറ്റ് സംഘടനയായ ഝാർഖണ്ഡ് ജൻമുക്തി പരിഷത്തിന്റെ തലവനായിരുന്നു ലൊഹ്ര. സിറിയയ്ക്കെതിരായ ഉപരോധങ്ങൾ നീക്കി അമേരിക്കൻ ഭരണകൂടം. യുദ്ധത്തിൽ തകർന്ന രാജ്യത്തിന്റെ പുനരുജ്ജീവന ശ്രമങ്ങളിൽ സഹായിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് നടപടികൾ. സിറിയയ്ക്കെതിരായ സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കാൻ യൂറോപ്യൻ യൂണിയനും തീരുമാനിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ആണവ വ്യവസായ പരിഷ്കരണത്തിനുള്ള ഉത്തരവുകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. തടസ്സങ്ങൾ ലഘൂകരിച്ച് ആണവ റിയാക്ടറുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാനും പുതിയ ആണവ നിലയങ്ങളുടെ നിർമ്മാണത്തിന് അംഗീകാരം നൽകുന്നത് സുഗമമാക്കാനും ഈ നടപടി സഹായിക്കും. 2024-ലെ ആഭ്യന്തര യുദ്ധത്തിൽ രാസായുധങ്ങൾ ഉപയോഗിച്ചുവെന്ന ഔദ്യോഗിക സ്ഥിരീകരണത്തെ തുടർന്ന് സുഡാനുമേൽ പുതിയ ഉപരോധം ഏർപ്പെടുത്താനൊരുങ്ങി അമേരിക്ക. ജൂൺ 6 മുതൽ ഉപരോധം പ്രാബല്യത്തിൽ വരും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജമ്മുകാശ്മീരിലെ പൂഞ്ചിലെത്തി. പാക് ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഓരോ സംസ്ഥാനത്തും ആഗോള നിലവാരത്തിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമെങ്കിലും വികസിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഴക്കെടുതിയിൽ വലഞ്ഞ കേരളം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തിങ്കളാഴ്ച വരെ ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. കേരള തീരത്തിന് സമീപം അറബിക്കടലിൽ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടു. തീരത്ത് അപകടകരമായ വസ്തുക്കൾ അടിയാൻ സാധ്യതയുള്ളതിനാൽ കരുതൽ വേണമെന്ന് അധികൃതർ. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. ഇംഗ്ലണ്ട് പര്യടനത്തിൽ മലയാളി താരം കരുൺ നായരും ടീമിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.